അച്ഛൻ മരിച്ചിട്ട് 21ാമത്തെ വർഷമാണ് കേട്ടോ. എല്ലാ പ്രാവശ്യത്തെയും പോലെ പഞ്ചവടി അമ്പലത്തിൽ തന്നെയാണ് പോയി ബലിയിട്ടത്. നേരത്തോടെ എത്തി ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ബലിയിട്ടു. അങ്ങനെ തിലഹോമൊക്കെ കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദം കൊണ്ട് ഞങ്ങൾ നേരെ അവിടുന്ന് കടൽ കാണാനാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ മോനെയും കൊണ്ട് ഇത്രയും നേരത്തെ വരാമെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇത്രയും വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കടൽ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കൂടെ ബലിയിടാനായിട്ട് വരുന്നത്. മറ്റേത് ഞാൻ മാത്രമേ പോകാറുള്ളൂ, അമ്മയും പോകാറൊന്നുമില്ല കുറേ നാളുകളായിട്ട്. അമ്മയ്ക്ക് ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പുറത്ത് പോയി ബലിയിടൽ കുറവായിരുന്നു. അപ്പം ഞാനാണ് എല്ലാ പ്രാവശ്യം പോവാറ് അച്ഛന് വേണ്ടി ബലിയിടാൻ. അങ്ങനെ ഇപ്രാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മനസ്സിൽ ഭയങ്കര ഒരു എന്താ പറയുക സങ്കടവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി പോണതിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നേരത്തെ ആയതുകൊണ്ട് ഒരു 6:30 സമയമൊക്കെയാണ് കേട്ടോ. അത് സൂര്യ ഉദിച്ച് വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക തിരയുടെ ശബ്ദവും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവൻ വിചാരിച്ച പോലെ കടപ്പുറത്ത് എത്തി, കടൽ കാണാനും പറ്റി. പിന്നെ ഒരു ബോട്ടിലൊക്കെ കയറിയിരുന്നിട്ട് അവൻ ടൈറ്റാനിക് പോലെ ഇരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ തന്നെ കൈയൊക്കെ പൊന്തിച്ചിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഭയങ്കര തിരയുടെ ശബ്ദം, നമ്മൾ സാധാരണ ബീച്ചിൽ പോണ ആ ഒരു ശബ്ദമല്ല, ഭയങ്കര തിരയുടെ ശബ്ദമായിരുന്നു. പേടിയാവും ശബ്ദം കിട്ടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിര കൂടി വരുന്ന പോലെ തോന്നിയിട്ടാ. അപ്പോൾ കാലൊക്കെ നനച്ചിട്ട് വേഗം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്പലത്തിൽ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് മെറൈൻ അക്വേറിയം അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ടു കേട്ടോ. നമ്മളിതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല, ഇനി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോയി. ഭയങ്കര ഒരു എന്താ പറയുക രാവിലെ ഇത്രയും നേരത്തെയൊക്കെ അമ്പലത്തിൽ പോണത് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലേക്കാണ് പോയത് ഞങ്ങൾ. അപ്പം ഇങ്ങനെ മോൻ ഫ്രണ്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക എന്ത് പെട്ടെന്നാണ് വലുതായത്. മറ്റേത് എപ്പോഴും ചെറുപ്പം തൊട്ടേ മോൻ മടിയിലൊക്കെ ഇരുന്ന് എൻ്റെ മേത്ത് എപ്പോഴും കിടന്നുറങ്ങിയിട്ട് പോരെ. ഇപ്പോൾ തന്നെ ഇരിക്കാനായില്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം അവനെ നോക്കിയിരുന്നു. അച്ഛൻ്റെ പോലെ തന്നെ ഫ്രണ്ടിലും ഇരുന്ന് യാത്ര ചെയ്യാനും വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ വലിയ ആളായി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. 7 മണിയാകുമ്പോഴേക്കൊക്കെ വീട്ടിലെത്തിയിട്ടാ. വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യലും വീത് വെക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛന് ഇഷ്ടപ്പെട്ട എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇലയിൽ തന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.